1599 ജൂൺ 20 മുതൽ 26 വരെ ഉദയംപേരൂർ, മാർ സാപ്പോർ, മാർ പ്രൂത്ത് എന്നീ 2 കന്തീശാകളുടെ നാമധേയത്തിലും പിന്നീട് സകല വിശുദ്ധരുടെയും പേരിലും അറിയപ്പെട്ടിരുന്ന പള്ളിയിൽ സൂനകദോസ് നടന്നു. ഉദയംപേരൂർ സൂനകദോസ് എന്നാണ് അതറിയപ്പെടുന്നത്. ആ സൂനകദോസിൻ്റെ 3-ാം യോഗവിചാരം 7 ഇപ്രകാരം പറയുന്നതായി നമുക്ക് കാണാം. മലനാട്ടിൽ കാവ്യരുടെ ഇടയിൽ ഒരു മര്യാദയുണ്ട്. അതാകുന്നത് പൊല്ലാത്ത നാൾ പിറക്കുന്ന കിടാങ്ങളെ കൊന്നുകളക. താൻ ആർക്കാനും കൊടുത്തു കൊണ്ട് താൻ ചെയ്യും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1998 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ സ്കറിയ സക്കറിയ സാറിൻ്റെ ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനകൾ 1599 എന്ന പുസ്തകത്തിൽ 180-151 പേജുകളിലായി 6-ാം കാനോന എന്ന ശീർഷകത്തിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പൂർവ്വകാല അന്ധവിശ്വാസത്തിന് തെളിവായി കാണേണ്ടതാണ്. ഈ അന്ധവിശ്വാസം ക്രിസ്ത്യാനികളിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസത്തെ നീക്കുവാനായിട്ടാണ് സൂനകദോസ് കൽപ്പന ഇറക്കുന്നത് എന്ന് കാണാം. ഇനി നമുക്ക് പൊല്ലാത്ത നാളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന പ്രക്രിയ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1957 ആഗസ്റ്റ് 15 തൻ്റെ 110-ാമത്തെ വയസ്സിൽ ചരമമടഞ്ഞ എൻ്റെ പിതാവിൻ്റെ അമ്മ കൂടിയായ പുത്തൂർ അന്തോണി അന്ന അമ്മുമ്മ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ്. തലേ ദിവസം ചാണകം മെഴുകി ശുദ്ധി വരുത്തിയിരിക്കുന്ന മുറിയിലേക്ക് 2 തള്ളമാർ ചേർന്ന് നിറവയറോട് കൂടിയ ഒരു സ്ത്രീയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് പുറത്ത് ചിക്കുവായിട്ട് അതിൽ കാരണവന്മാർ മാത്രമല്ല ആ സ്ത്രീയുടെ ഭർത്താവും സൊറ പറഞ്ഞിരിക്കുന്നു. ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ എത്തി, "ദാ വരുന്നുണ്ട് കേട്ടോ" എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം എത്തി. ആ മനുഷ്യൻ ഒരു ജ്യോത്സ്യനാണ്. അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അദ്ദേഹം അവിടെ ആ ചിക്കുപായിൽ പലക വച്ചു. അതിൽ കളങ്ങൾ വരച്ചു. ആ കളങ്ങൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം കവടിയെടുത്ത് വച്ചു. അപ്പോഴേക്കും അകത്തു നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട ഉടനെ അകത്തു നിന്ന് മറ്റൊരു വർത്തമാനവും പുറത്തേക്ക് വരുന്നു. അന്തോനിച്ചു, കുട്ടി പെണ്ണ്. ഉടനെ ജ്യോത്സ്യൻ കബഡി വെച്ച് പ്രവചിക്കുകയാണ്. അന്തോനിച്ചു, ജനനം ശരിയല്ലല്ലോ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി. അന്തോനിച്ചൻ അകത്തേക്ക് വിളിച്ചു പറയുന്നു, "അന്നമ്മോ 5 നെല്ല്" എന്ന്. അപ്പോൾ പിറന്നു വീണ ആ ചോരക്കുഞ്ഞിൻ്റെ വായ് പിളർന്ന് 5 നെല്ല് അന്നമ്മ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞ് പിടഞ്ഞു മരിക്കുന്നു.
ഇതാണ് പൊല്ലാത്ത നാൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്നാണ് എൻ്റെ അമ്മുമ്മ എന്നോട് പറഞ്ഞു തന്നിരുന്നത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1599 മുമ്പ് 1599 ശേഷവും ഇവിടുത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നൊരു ദുരാചാരമായിരുന്നു. ഇതൊരു മനുഷ്യക്കുരുതി കൂടിയായിരുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്കാ സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര പുനരാഖ്യാനത്തിൻ്റെ 99ാം എപ്പിസോഡിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. മഴക്കാലം കഴിഞ്ഞ് ആഗസ്റ്റ് ആരംഭത്തോടെ കൂടുതൽ ആർജവത്തോടെ തന്നെ സെബസ്ത്യാനി പിതാവ് തൻ്റെ കർത്തവ്യ നിർവഹണം നടത്തുവാൻ തയ്യാറായി. വിവിധ ഇടങ്ങളിലുള്ള പ്രമാണിമാരെയും വിവിധ സ്ഥലങ്ങളും നേരിട്ട് സന്ദർശിച്ച അദ്ദേഹം പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് മലങ്കരയിൽ പ്രവേശിക്കുവാൻ നിശ്ചയിച്ചു. വടക്കുംകൂർ രാജ്യത്തിലെ പള്ളികളിൽ നിന്ന് സന്ദർശനം ആരംഭിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടുത്തെ ഏതാണ്ട് എല്ലാ പള്ളികളും തനിക്ക് വിധേയത്വം നേർന്നവരായിരുന്നിട്ടും അപ്രകാരം തന്നെ അവിടുത്തെ കത്തനാന്മാരും മാപ്പിളമാരും തന്നോട് വിധേയരായിരുന്നിട്ടും അത് ചില കാരണങ്ങളാൽ സാധ്യമായില്ല. ആ സന്ദർശനം മാറ്റിവെക്കേണ്ടി വന്നു. പോർച്ചുഗീസുകാരും വടക്കുംകൂർ രാജ്യവും തമ്മിൽ സ്ഥായിയായ ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ആ മാറ്റിവെക്കലിന് പ്രധാന കാരണം. മുട്ടമ്പള്ളിയാണ് പരിശുദ്ധ പിതാവിനും തനിക്കും ആദ്യമായി വിധേയത്വം പ്രഖ്യാപിച്ചത് എന്നതിനാൽ അവിടെ നിന്നും വിസിത്ത ആരംഭിക്കുന്നതിനാണ് സെബസ്ത്യാനി പിതാവ് പിന്നീട് നിശ്ചയിച്ചത്. മലങ്കരയിലെ അപരിഷ്കൃതരായ ജനത്തിന് ദൈവികമായവയെ കാണുന്നതിന് പ്രതാപത്തോടെ മാത്രമേ കഴിയൂ എന്നതിനാലും കൊച്ചിയിലെ ബിഷപ്പും ഡൊമിനിക്കൻ സഭാംഗവുമായിരുന്ന ദോം ഫ്രാൻസിസ് മൈക്കിൾ റാങ്കൽ വളരെ എളിമയോടും ദരിദ്രനായും പള്ളികൾ സന്ദർശിക്കാൻ എത്തിയപ്പോൾ അവഹേളിതനായി മറ്റു നിരവധി സംഭവങ്ങളും ഒക്കെ അങ്ങനെ പോകുന്നതൊക്കെ മനസ്സിൽ കടന്നു വന്നതിനാലും വളരെ ആഘോഷമായിട്ട് തന്നെയാണ് അങ്ങോട്ട് പോകണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചത്. അതനുസരിച്ച് 20-ൽ പരം വള്ളങ്ങളിൽ ചെണ്ട, തമ്പുരു, കുഴൽ തുടങ്ങിയ വാദ്യാഘോഷങ്ങളോടെ ആഗസ്റ്റ് 22-ാം തീയതി അവർ ചേർത്തലയിലെ മുട്ടത്തേക്ക് യാത്രയായി. ഹോളി ഓഫീസിലെ കമ്മീസാർ, ഡൊമിനിക്കൻ സഭയുടെ പ്രിയോര്, അഗസ്തീനിയൻ സഭാംഗമായ ഡിയേഗോ റോക്കോ, ഷെവലിയർമാരായ സൈമൺ ഗോമസ് ദെ സിൽവ, ആൻ്റണി കോർത്തേസെ, മാർത്ത ദെ പിഞ്ഞോ, ജോൺ ഫുഡേറോ എന്നിവരും രൂപതാ വൈദികരായ ഏതാനും പേരും ഭക്തസംഘടനകളുടെ അമരക്കാരായ ചില അൽമായരുമാണ് ചേർത്തലയിലെ മുട്ടത്തേക്കുള്ള ഈ യാത്രയെ അനുഗമിച്ചത്. ഇവരെല്ലാവരും സെബസ്ത്യാനി പിതാവിൻ്റെ ആദ്യ വരവിൽ തന്നെ കൂടെ നിന്നവരും സഹായികളുമായിരുന്നു. ഏതാനും മണിക്കൂർ കഴിഞ്ഞ് 3 രാജാക്കന്മാരുടെ കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. അവിടുത്തെ ക്യാപ്റ്റൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരലോകപ്രാപ്തനായിരുന്നു. സെബസ്ത്യാനി പിതാവിൻ്റെ സഹായിയും സുഹൃത്തുമായിരുന്ന ആ ക്യാപ്റ്റൻ്റെ വിധവയായ ദോണോ ജവാന ദേ സൂസായുടെ
ഭവനത്തിലെ ലഘുഭക്ഷണത്തിന് ശേഷം മുട്ടത്തേക്ക് ഉള്ള യാത്ര അവർ തുടർന്നു. ആദ്യ വരവിൽ താൻ താമസിച്ചിരുന്ന ചെറിയ ഭവനവും അതിനടുത്തുണ്ടായിരുന്ന താൻ ദിവ്യബലി അർപ്പിച്ചിരുന്ന നിത്യസഹായ മാതാവിൻ്റെ കപ്പേളയും അദ്ദേഹം സന്ദർശിച്ചു. പിറ്റേ ദിവസം ആഗസ്റ്റ് 23 രാവിലെ നിശ്ചിത സമയത്ത് തന്നെ കടവ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. കാലേ കൂട്ടി വിസീത്തയുടെ വിവരം അറിയിച്ചിരുന്നതിനാൽ അവിടുത്തെ വികാരി വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു വലിയ കൂട്ടം ആളുകളുമായി ആ കടവിൽ കാത്തുനിന്നിരുന്നു. പ്രിയരെ, ചരിത്രപഥത്തിൻ്റെ 99-ാം ഭാഗം ഇവിടെ തീരുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് പരിചിന്തനം ചെയ്യാം. ഈ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.